നമസ്കാരം. നാളെ ഫെബ്രുവരി 2 തിങ്കളാഴ്ച. ഞാൻ ഡേറ്റും കൂടെ പറയുന്നത് പിന്നെ വീഡിയോ കാണുമ്പോൾ നാളെ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം ധരിക്കാതിരിക്കാനാണ് ഡേറ്റ് കറക്റ്റായിട്ട് പറയുന്നത്. തിങ്കളാഴ്ച ഫെബ്രുവരി 2 തിങ്കളാഴ്ച ED പണി തുടങ്ങും. നാളെ 10 മണി മുതൽ ED നോട്ടീസ് കൊടുത്ത് തുടങ്ങും എന്നാണ് അറിയുന്നത്. 23 സ്ഥലങ്ങളിൽ നേരത്തെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരേ സമയം വീടും ഓഫീസും ഒക്കെ റെയ്ഡ് ചെയ്തപ്പോഴാണ് 23 സ്ഥലം വന്നത്. എന്തായാലും മുരാരി ബാബുൾ തുടങ്ങി സുധീർ, ജയശ്രീ തുടങ്ങി വിജയകുമാർ വരെയുള്ള 13 പേര് ജയിലിലാണ്. അതിൽ 2 പേര് ഇപ്പോൾ ഇറങ്ങി. നാളെ മൂന്നാമന് ഇത് കൊടുക്കും. ജാമ്യം കൊടുക്കുമല്ലോ എന്ന് കൊല്ലം സെഷൻസ് കോടതിയിൽ ബദറുദ്ദീനാണ് വരുന്നതെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത് അറിയില്ല. എന്തായാലും നാളെ ഇത് കൊടുക്കും. അവർ ജാമ്യത്തിലുള്ള അപേക്ഷ നാളെ കൊടുക്കും. ഇതിനിടയിൽ ഗോവർദ്ധൻ സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയിട്ടുണ്ട്. ED ഇവരെല്ലാവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. EDയുടെ ലിസ്റ്റിലും റഡാറിലും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ട്, പ്രശാന്തുണ്ട്, PS പ്രശാന്തുണ്ട്, സകല പേരെയും. അതുപോലെ തന്നെ ഇനി അറിയേണ്ട നമുക്ക് 2-3 പേരുകളുണ്ട്. സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആൻ്റണി, ഈ 3 പേര് 3 MP-മാരാണല്ലോ. 3 പേര് ഉണ്ടാവുമോ ഇതിനകത്ത്, ഈ റഡാറിലുണ്ടോ എന്നുള്ളതാണ് സംശയം. അതിനിടയിൽ കൂടി നമ്മളെ ഒരാൾ സ്കൂട്ട് ചെയ്തിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്. നമ്മളെ ജയറാം, അദ്ദേഹം മാപ്പുസാക്ഷിയാകൂല, പ്രതിയാകൂല, അറസ്റ്റ് ചെയ്യാനും സാധ്യതയില്ല. അദ്ദേഹം മാപ്പുസാക്ഷിയായി നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. കോടതിയിൽ വരേണ്ടി വരും, ചിലപ്പോൾ മാപ്പുസാക്ഷിയായിട്ട് നിൽക്കും. എന്തായാലും SIT കുറച്ചുകൂടി ഷൂഡാവാൻ സാധ്യതയുണ്ട്. നാളെ തൊട്ട് വീണ്ടും അടുത്ത അറസ്റ്റുകളും കാര്യങ്ങളും. കാരണം ഇനിയിപ്പോൾ അറസ്റ്റിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ളത് പ്രശാന്തിനെയാണ്. ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് പ്രശാന്ത് ഇപ്പോൾ നിൽപ്പുണ്ട്. ചിലപ്പോൾ പ്രശാന്തിനെ പൊക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് അറസ്റ്റിലാവാൻ ഉള്ള സാധ്യത വരുന്നുണ്ട്. പിന്നെ നമ്മളെ വാസവനെ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം. അത് മൊഴിയെടുക്കുകയുള്ളൂ, വേറെ കൂടുതൽ ചോദ്യം ഉണ്ടാവില്ല. കാര്യം 2025-ലും ഇതേ ഉണ്ണികൃഷ്ണന് സാധനങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും മന്ത്രി ഓഫീസിനും മന്ത്രിക്കുമൊക്കെ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കലോ ഇടപെടലോ ഉണ്ടോ, അത് അന്വേഷണം വരും. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ED വളരെ ശക്തമായി രംഗത്തുണ്ട്. അപ്പോൾ നാളെ മുതൽ അതിൻ്റെ ലിസ്റ്റ് പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 23 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്തു. പല ഉണ്ണികൃഷ്ണൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചു, 1.5 കോടി രൂപ. വേറെ പലരുടെയും അക്കൗണ്ട് തന്ത്രി 2 കോടി രൂപ വിഡ്രാ ചെയ്ത കഥ പറയുന്നു. വിഡ്രാ അല്ല, ബാങ്ക് തകർന്നു, എന്നിട്ടും അദ്ദേഹം പൈസ ചോദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ ഉള്ള ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വളരെ കൃത്യമായ ഒരു എന്താ പറയുക, ജനകീയ മുന്നേറ്റം കൊണ്ടുവരേണ്ട സമയമായി. കാരണം ഇത് ഇങ്ങനെ തേഞ്ഞു മാഞ്ഞ് പോകുമോ എന്നുള്ളൊരു ഭയം SITയുടെ ഈ ഇങ്ങനത്തെ ഒരു അഴകഴഞ്ച പരിപാടിയിൽ തോന്നുന്നുണ്ട്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്നൊരു കേസുണ്ട് ഹൈക്കോടതിയിൽ. അതനുസരിച്ച് CBI വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല. CBI വരാനേ കഴിയൂ. CBI വരാനുള്ള സാധ്യതയുണ്ട്. CBI വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മാനം ഒന്നുകൂടി മാറും. പക്ഷേ ഈ 3 മാസത്തെ സമയം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഉടനെ റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൽ SITയുടെ വെങ്കടേഷ് IPS ലിസ്റ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ആ റിപ്പോർട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.